ബ്രൈഡിന് മാത്രമല്ല വെഡ്ഡിങ് ഫംഗ്ഷന് പോകുന്നവർക്കും പ്രിയപ്പെട്ടതാണ് സിൽക്ക് സാരീസ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഇപ്പം ഒരു റേറ്റ് ഒരു വിഷയമേ അല്ല. മനസ്സിൽ ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ കൂടെയും ഒരു ഫ്യൂഷൻ ടൈപ്പിലൊക്കെ വരുന്ന സാരീസ് എല്ലാവർക്കും പ്രിയങ്കരമാണ്. സിൽക്ക് സാരീസിൻ്റെ അതുപോലെ തന്നെ ഹാൻഡ് പിക്ഡ് വെഡ്ഡിങ് സാരീസിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസ് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. നമ്മളെ കണ്ണൂർ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ ഷോറൂം അപ്രോച്ച് ചെയ്യാൻ പറ്റും. കണ്ണൂർ തളാപ്പ് ലാവിസ് ഡിസൈൻസ്, അതായത് AKG ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ ഷോറൂം വന്നിരിക്കുന്നത്. സിൽക്ക് സാരീസിൻ്റെ കളക്ഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിൽ നല്ല എൻക്വയറീസ് ആണ്. എനിക്ക് തോന്നുന്നത് 14th ആനിവേഴ്സറി ഓഫറായിട്ട് ബിലോ 10,000 എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും ചാടിക്കയറി പിടിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഷോറൂമിൽ ഡെയിലി വന്നവരും കൂടി മീൻസ് റെഗുലറായിട്ട് വരുന്നവരും കൂടി പെട്ടെന്ന് തന്നെ പറഞ്ഞു ആ വീഡിയോ ഇട്ട സാരീസ് ഒന്ന് കാണട്ടെ എന്ന്. അപ്പോൾ അവർക്കറിയാം അതിൻ്റെ ആക്ച്വൽ റേറ്റ്. ഇത് പർച്ചേസ് ചെയ്ത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തവർക്കറിയാം ഇതിൻ്റെ MRP റേറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്, നമ്മൾ ആനിവേഴ്സറി ഓഫർ എത്രയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ കളക്ഷന് നമ്മൾ ബിലോ 10,000 കേട്ടോ, ബിലോ 10,000 വരുന്ന ഡിസൈനർ സിൽക്ക് സാരീസ് അടക്കമായിട്ട് വരുന്ന വിത്തൗട്ട് ബോർഡർ കൺസെപ്റ്റിലും ബ്രോഡായിട്ട് വരുന്ന ബോർഡർ കൺസെപ്റ്റിലും കൊണ്ടുവന്നിരിക്കുന്ന 8 കളർ ചേഞ്ചസ് ആണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ബോട്ടിൽ ഗ്രീൻ ആണ്. സെക്കൻഡ് വന്നിരിക്കുന്ന നല്ലൊരു ബ്രിക്ക് റെഡ് വിത്ത് ഡാർക്ക് ആഷ് കോമ്പിനേഷൻ. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ വിത്ത് ഡാർക്ക് വയലറ്റ് ആണ്. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് വിത്ത് യെല്ലോ, നേവി ബ്ലൂ വിത്ത് മസ്റ്റർഡ് യെല്ലോ, നല്ലൊരു ഡാർക്ക് ഒലീവ് ഗ്രീൻ വിത്ത് പിങ്ക്, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വിത്ത് ഒരു വയലറ്റ്, നല്ലൊരു ലൈറ്റ് ചിക്കു വിത്ത് കിങ് ഫിഷർ ബ്ലൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുണ്ട്, ഇത് വിത്തൗട്ട് ബോർഡർ കൺസെപ്റ്റിലാണ്. ഇത് ബിലോ 10,000 ആണ് കേട്ടോ. കാര്യം ഇത് ആനിവേഴ്സറി ഓഫറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ലൊരു ടൈമിലാണ് ആനിവേഴ്സറി വന്നിരിക്കുന്നത്. കാര്യം ഇപ്പോൾ വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസൊക്കെ മറച്ച് നോക്കുന്ന തിരക്കായിരിക്കും. ഏത് സാരി എടുക്കണം, ഇന്ന സെലിബ്രിറ്റി ഏതാണ് ഇട്ടിരിക്കുന്നത്, എൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലെങ്കിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ടവരുടെ ഫംഗ്ഷൻ ഞാൻ എന്ത് വെറൈറ്റി സാരിയാണ് ഇടുന്നതെന്ന് എല്ലാവരും തിങ്ക് ചെയ്യുമായിരിക്കും. അതേ ടൈമിൽ ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ ഓഫറായിട്ട് വന്നിരിക്കുന്നത്. ബിലോ 10,000 വരുന്ന ഒരു പിടി സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ റെയർ കോമ്പിനേഷനാണ്. നല്ലൊരു പീച്ചാണ്, പീച്ചിഷ് പിങ്കിൽ വരുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഇതാണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത്. ഇതുപോലെ ബോക്സ് ഡിസൈനിൽ നല്ലൊരു ഭംഗിയുള്ള ആൻറ്റിക് സിൽവർ സെരിയാണ്. പക്ഷെ നമുക്കിതിൻ്റെ കൂടെ നമുക്കൊരു സിമ്പിളായിട്ട് വരുന്ന ഒരു ഈവൺ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു AD കട്ടിലൊക്കെ വരുന്ന സ്റ്റോൺ വർക്കിലൊക്കെ വരുന്ന ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ല ചേർച്ചയായിരിക്കും. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. പല്ലു പോർഷൻ. ബ്ലൗസ് വന്നിരിക്കുന്നത് പീച്ചാണ്. ഇതുണ്ടോ, പ്ലെയിൻ ആയിട്ട് വരുന്നത്. കാരണം ഇത് വിത്തൗട്ട് ബോർഡർ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ബോർഡറിൽ പ്ലെയിൻ ആയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു സിമ്പിളായിട്ടൊരു ഹാൻഡ് വർക്ക് ചെയ്യാം. ഇനി അതൊന്നും വേണ്ട, ജസ്റ്റ് സിമ്പിളായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലൗസ് മാത്രം നല്ല ഒരു ട്രഡീഷണൽ ടൈപ്പിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇത് വന്നിരിക്കുന്നത് നോക്കിയാൽ റെയർ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഡാർക്ക് ബ്രിക്ക് റെഡ് ആണ്. നമ്മൾ മൊഡാൽ സിൽക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫെമിലിയറായിട്ട് കാണുന്ന ഒരു കളറാണ് ബ്രിക്ക് റെഡ്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറുമാണ്. ബ്രിക്ക് റെഡിൽ നല്ലൊരു കോമ്പിനേഷൻ. ഇത് സിംഗിൾ ബോർഡറാണ്. ഒരു വൺ സൈഡ് ബോർഡറിൽ കണ്ടോ ഒരു ജസ്റ്റ് ഒരു 1.5 ഇഞ്ചിൽ വരുന്ന ഒരു ബോർഡർ കൺസെപ്റ്റാണ്. ബോഡി ഫുള്ള് ബൂട്ട ആൻറ്റിക് സെറി വീവിങ്ങിൽ. ഈ കോമ്പിനേഷൻ നോക്കിക്കേ, അടിപൊളി കോമ്പിനേഷനാണ്. നമ്മൾ ഇതുവരെ കാണാത്ത, നമുക്ക് അത്യാവശ്യം ഇതിട്ടാൽ ഈ ഒരു കളർ അത്യാവശ്യം എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന കളറാണ്. ഒരു ടാൻ കളറുള്ളവർക്കും നല്ല ഫെയർ ആയിട്ടുള്ളവർക്കും കുറച്ചൊരു ലുക്ക് തോന്നുന്ന, ഈവൻ ഫോട്ടോസിലൊക്കെ നല്ലൊരു അടിപൊളി ലുക്ക് തോന്നുന്ന കോമ്പിനേഷനാണ്. ഈ ഒരു ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനെ അട്രാക്റ്റ് ചെയ്തത്. കാരണം ഈ ഒരു ബ്രിക്ക് റെഡിൻ്റെ കൂടെ ഡാർക്ക് ആഷിൽ ആൻറ്റിക് സെറി വീവിങ്ങിൽ ഇതുണ്ട്. ബോർഡർ നോക്കിക്കേ, നല്ലൊരു അടിപൊളി ബ്രോഡായിട്ട് വരുന്ന ബോർഡറാണ്. പക്ഷേ ബോഡി അധികം ബഹളമൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ബോഡി പാർട്ടാണ്. ലൈറ്റ് വെയ്റ്റ് സിൽക്കിൽ ബിലോ 10,000. നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തത്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഷോപ്പിൽ പോലും ഈ ഒരു ടൈപ്പിലുള്ള സാരി ബിലോ 10,000 കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഇതിൻ്റെ എല്ലാം ആക്ച്വൽ റേറ്റ് നല്ലൊരു എബവ് 10,000 വരുന്ന റേറ്റാണ്. 13-14 ആ റേഞ്ചിൽ വരുന്ന റേറ്റാണ്. ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസാണ്. നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ഇതാ സിമിലർ ടു ദിസ്, അതായത് ആ ബ്രിക്ക് റെഡിൽ വരുന്നതിൽ കുറച്ചൊരു അതേ ബ്രോഡായിട്ട് വരുന്ന ബോർഡർ,
പക്ഷേ അതിൻ്റെ ഒരു ബോഡി നോക്കിയാൽ നല്ലൊരു മസ്റ്റർഡ് യെല്ലോ വിത്ത് വയലറ്റ്, നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? കാരണം എന്ന് വെച്ചാൽ എനിക്ക് കോമൺ ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷൻസ് അങ്ങനെ ഇഷ്ടമല്ല, റെയറായിട്ട്. കാരണം അത്യാവശ്യം എല്ലാവരുടെ വാർഡ്രോബ് നോക്കിയാലും അത്യാവശ്യം സിൽക്ക് സാരീസിൻ്റെ ചിലപ്പോൾ നമ്മളെ ഷോപ്പിനൊക്കെയാണെങ്കിൽ കൂടുതൽ കളക്ഷൻസ് സാരീസ് ഉള്ളവരൊക്കെ ഉണ്ടാവും. കാരണം പണ്ട് മുതലേ എടുത്തു നോക്കണം, നമ്മൾ സിൽക്ക് സാരീസ് ഒന്നും ചെയ്യില്ല, എല്ലാവരുടെയും ബ്ലൗസെല്ലാം കേടായിട്ടുണ്ടാവും, പക്ഷേ സാരീസ് എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ആർക്കും കൊടുക്കാനും തോന്നൂല. മേ ബി നമ്മൾ ഇട്ടാനൊക്കെ കൊടുക്കും, മക്കൾക്ക് ഇടാൻ വേണ്ടി കൊടുക്കും. ചിലർ പട്ടുപാടൊക്കെ തുന്നാൻ കട്ട് ചെയ്യാൻ വിടുകയില്ല, ശരിയല്ലേ? കാരണം നമുക്ക് കാരണം ഓരോ സിൽക്ക് സാരീസ് നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് കോസ്റ്റ്ലി സാരി ആയിരിക്കും, അപ്പോൾ നമുക്കതങ്ങനെ വേസ്റ്റ് ചെയ്യാൻ തോന്നുകയില്ല. യൂസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ അടിക്കടിക്ക് അലമാരയിൽ വെച്ചിട്ട് അത് ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ കാണുമ്പം കിട്ടുന്ന ഒരു സുഖം എന്നൊക്കെ പറയില്ല, മനസ്സിനൊരു തൃപ്തി, നല്ല കാര്യമാണ്. ഹസ്ബൻഡായിട്ടൊക്കെ അടിപിടിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ രക്ഷപ്പെടാൻ ഒറ്റൊരു ഐഡിയ ഉപയോഗിച്ചാൽ മതി. വാ മോളെ നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് പതുക്കെ നിങ്ങൾ അലമാര ഒന്ന് തുറന്ന് കൊടുത്താൽ മതി. നോക്കിക്കേ, ഈ ഒരു സാരി നീ ഇട്ടപ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നും കൂടെ പറഞ്ഞാൽ എന്തായാലും ഭർത്താക്കന്മാർക്ക് വലിയൊരു അടിപിടിയിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലേ? ശരിയല്ല ഞാൻ പറയുന്നത്? അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ, ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വരുന്ന ആ കളറിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ബൂട്ട ഡിസൈൻസ് ഒന്നും ചെയ്തിട്ടില്ല, അതിന് പകരം പ്ലെയിൻ വന്നിട്ട് കണ്ട ഇതിൻ്റെ ബോർഡറിലാണ് അത്യാവശ്യം ഒരു മിനുക്ക് പണികളൊക്കെ വന്നിരിക്കുന്നത്. വെറൈറ്റിയാണ്, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും. ഞാനിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് അങ്ങനെ എല്ലാം എടുത്ത് ഇടാൻ പറ്റൂല. മേ ബി അത്യാവശ്യം നല്ലൊരു പൈസയൊക്കെ ഉണ്ട്, അത്യാവശ്യം ഫങ്ഷൻസിനൊക്കെ പോകുന്നൊരു വ്യക്തിയായിരുന്നെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഞാൻ എന്തായാലും മേടിച്ച് ഇട്ടേനെ ഉറപ്പായിട്ടും. എനിക്കിതിപ്പോൾ എല്ലായിടത്തും ഇടാൻ പറ്റില്ലല്ലോ. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്, അടിപൊളി സിമ്പിൾ, അധികം ഓവർ വർക്കൊന്നുമില്ല, സിമ്പിളായിട്ട് വരുന്ന ബിലോ 10,000 ആണ്. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ പ്ലെയിനിൽ വരുന്ന ബ്ലൗസാണ്, എല്ലാം പ്യുവർ ഹാൻഡ്ലൂമിൽ. ഇതുണ്ടോ ഹാൻഡ്ലൂമാന്നുള്ളതിൻ്റെ ഒറ്റൊരു തെളിവാണിത്. കാരണം അത് ആ ലൂമിൽ വീവ് ചെയ്യുന്ന സമയത്ത് വരുന്ന അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കളറാണിത്. ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്, സിമ്പിളായിട്ട് വരുന്ന പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസാണ്. ഇതുണ്ടോ അടിപൊളി സാരി. വെറൈറ്റി കോമ്പിനേഷൻസും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാവിസിലേക്ക് വരിക. കാര്യം അത്ര ഞാൻ വെറൈറ്റി തേടി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നിങ്ങളും കൂടെ അത് കണ്ട് അതിൻ്റെ ഒരു അഭിപ്രായമൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം നമ്മളിത് കൊണ്ടുവന്ന ഞാൻ മാത്രം ഇത് ഭയങ്കരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം കണ്ട് നിൽക്കുന്നവർക്കും കൂടെ തോന്നണം, ഒരു വാവ് ഫാക്ടർ തോന്നിയാലേ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കും കിട്ടും. അടിപൊളി കളറല്ലേ, സൂപ്പർ കളർ കോമ്പിനേഷനാണ്. ജസ്റ്റ് താഴത്തൊരു 6 ഇഞ്ച് ബോർഡറാണ്, അത് ആ കളർ കോൺട്രാസ്റ്റ് കളറിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ബൂട്ട വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സാരി നോക്കിയേ, നല്ലൊരു കളറ്. ഇതെല്ലാം ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഈ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോയിൽ സത്യം പറഞ്ഞാൽ മണവാട്ടിൻ്റെ അടുത്ത് നിൽക്കണ്ട, ബ്രൈഡിൻ്റെ അടുത്ത് നിൽക്കരുത്. അവർ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഹൈലൈറ്റ് അവരായിരിക്കും. അവരെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു 4-5 പേർക്ക് അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും കേട്ടോ, അതിൽ യാതൊരു സംശയമില്ല. ഇതാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്, അടിപൊളി കോമ്പിനേഷൻ. ഇത് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈനിൽ വീവിങ് പാറ്റേൺ ആണ്. നല്ലൊരു പിങ്ക് പല്ലു, ബ്ലൗസ് വന്നിരിക്കുന്ന പ്ലെയിനാണ്. ഇതിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഹെവി ആയതുകൊണ്ട് ബോഡിയൊക്കെ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ബ്ലൗസിലൊന്നും സിമ്പിളായിട്ട് ഒരു ജസ്റ്റ് 1/2 ഇഞ്ച് ബോർഡറിലൊരു വർക്ക് ചെയ്താൽ മാത്രം മതി. ഓവറായിട്ട് ബ്ലൗസിന് നിങ്ങൾ പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സപ്പോസ് വളരെ ഹെവി ആയിട്ട് ബ്ലൗസ് വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഹെവി ആയിട്ട് വർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുണ്ടോ കളർ നോക്കിക്കേ, അടിപൊളി. എല്ലാം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, അത്രയേ ഉള്ളൂ. എല്ലാം കൂടെ ചേർന്നൊരു ബിലോ 500 ഗ്രാം മാത്രമാണ് ഈ സാരീസിൻ്റെയൊക്കെ ടോട്ടൽ വെയ്റ്റ് വരുന്നത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റും എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എൻ്റെ ഷോപ്പിൽ സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സിൽക്ക് സാരീസിൻ്റെ ഇടയിലൂടെ കറങ്ങാനാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ എനിക്ക് ആ കളർ കോമ്പിനേഷൻസും ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് പട്ടുസാരിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ എല്ലായിടത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, മാക്സിമം സെയിലാക്കാനല്ലേ ഞാൻ നോക്കുക. നല്ലൊരു കോമ്പിനേഷനിൽ വരുന്ന പിങ്ക് ബ്ലൗസാണ്, സിമ്പിളായിട്ട് വരുന്ന ബ്ലൗസ്. നല്ലൊരു ഒലിവ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ബോർഡർ വന്നേക്കണം പിങ്കാണ്, ഇത് വന്നിരിക്കുന്നത് പിങ്കാണ് ബോഡി വന്നിരിക്കുന്നത്. പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നമ്മളെപ്പോഴും കാണുന്നതാണ്.
അതിൽ പ്രത്യേകിച്ചൊരു പുതുമ പറയാനൊന്നുമില്ല. പക്ഷേ ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കണ്ടോ, നല്ലൊരു ആൻറ്റിക് സെറി മീൻസ് ആൻറ്റിക്കായിട്ട് വരുന്ന ഗോൾഡും സിൽവറും മിക്സ് ആയിട്ട് വരുന്ന സെറി പാറ്റേൺ ആണ്. ഇതിൻ്റെ തന്നെ കണ്ടോ, ഈ ബോഡി ഹോൾ ബോഡി പ്ലെയിൻ അല്ല വന്നിരിക്കുന്നത്. ക്യാമറ സൂം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെറി പാറ്റേണിൽ വന്ന ഡിസൈൻസ് കാണാൻ പറ്റും. ബോർഡറിൽ വന്നിരിക്കുന്നുണ്ടോ, ലൈനാണ്, സിമ്പിളായിട്ട് വരുന്ന ചെറിയ വീവിങ് ലൈൻസാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഇതാണ് പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് യെല്ലോയിൽ വരുന്ന ബ്ലൗസാണ്. നല്ല കോമ്പിനേഷൻ, കാരണം വെച്ചാൽ ഒരു പ്ലീസിങ് ആയിട്ട് വരുന്നത്, ഒരു പ്ലസൻ്റ് ആയിട്ട് വരുന്ന കളേഴ്സ്. കാരണം എന്തായാലും നമ്മൾ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പം ഞാൻ പറയുന്നത് ചെറിയ റേറ്റിന് നമ്മൾ കണ്ണും പൂട്ടി വൺ ടൈം യൂസ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സിൽക്ക് സാരീസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചെടുക്കണമെന്നേ ഞാൻ പറയൂ. കാര്യം എന്ന് വെച്ചാൽ കോമ്പിനേഷൻ റെയറായിരിക്കണം, നല്ല ഡിഫറെൻ്റ് ആയിരിക്കണം. മീൻസ് മറ്റുള്ള ഒരു കോമ്പിനേഷൻ റെപ്ലിക്കാസ് വരാത്ത ടൈപ്പിൽ വരുന്ന സിൽക്ക് ആയിരിക്കണം. നിങ്ങൾ വലിയ വില കൊടുത്തൊരു സിൽക്ക് സാരി എടുത്തിട്ട് നിങ്ങൾ പോയ ഫംഗ്ഷന് അതിനൊരു റെപ്ലിക്ക എടുക്കുമ്പോൾ അത് ഭയങ്കര വിഷമമായിരിക്കും. നമുക്ക് കാണുമ്പോഴും വിഷമമായിരിക്കും, അയ്യോ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത്. പിന്നെ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിലായിരിക്കും അത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഫംഗ്ഷന് പോകുന്നത്. ആദ്യം തന്നെ അതിൻ്റെ റെപ്ലിക്ക കാണലും നമ്മളെ ആ ഒരു കോൺഫിഡൻസ് മുഴുവൻ പോവും അല്ലേ. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് എടുക്കും. അതുപോലെ തന്നെ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോഴും വളരെ നോക്കിയിട്ട് കോമൺ ആയിട്ട് വരുന്ന കോമ്പിനേഷൻ സപ്പോസ് എടുത്താലും അതിലെന്തെങ്കിലും ഒരു ഡിഫറൻസ് നോക്കിയിട്ടേ ഞാൻ എടുക്കാറുള്ളൂ. കാര്യം എൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഇതാ ബ്ലൗസ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു യെല്ലോ ആണ്. ഇതാണ് ഈ ഒരു കോമ്പിനേഷൻ, പിങ്ക് വിത്ത് യെല്ലോ. നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ബോട്ടിൽ ഗ്രീനിൽ നോക്കിക്കേ കളർ കോമ്പിനേഷൻ. ബോട്ടിൽ ഗ്രീൻ വിത്ത് ഡാർക്ക് വയലറ്റ് അല്ലേ, വയലറ്റ് കോമ്പിനേഷനിൽ ഇതാ. ഇതെല്ലാം വളരെ റെയറാണ്. നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ. നിങ്ങൾ റെയർ കോമ്പിനേഷൻ ഞാൻ പറയുന്നുണ്ടെങ്കിൽ റെയറൊന്നുമല്ല, ഞാൻ ഇതിലും വലുത് കണ്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ഇടാം. ഇതുണ്ടോ, അടിപൊളി കോമ്പിനേഷൻ. ബോഡി ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ്. ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ പ്രത്യേകിച്ചൊരു വർക്കൊന്നുമില്ല. പക്ഷെ അതിന് പകരമായിട്ട് അതിൻ്റെ ബോർഡർ നോക്കിയാൽ, ബോർഡറിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ആൻറ്റിക് സിൽവർ ടൈപ്പിൽ വരുന്ന, ഭയങ്കരമായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സിൽവർ അല്ല. അതുകൊണ്ട് തന്നെ സിൽവർ പൊതുവേ ചിലർക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ നല്ലൊരു സിൽവർ. ഇത് സിമ്പിളായിട്ടാണ് അപ്പർ ബോർഡർ ഒരു 1/2 ഇഞ്ചിൽ വരുന്ന സിമ്പിളായിട്ട് വരുന്ന ബോർഡർ. ഇതാണ് പല്ലു പോർഷൻ, മീൻസ് ബോർഡർ ഇതാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇതാണ് പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിനായിട്ട് വരുന്ന ഡാർക്ക് വയലറ്റാണ്. നല്ല അടിപൊളി കോമ്പിനേഷൻ. ബോട്ടിൽ ഗ്രീനിലൊക്കെ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വളരെ റെയറാണ്. എല്ലാം ലൈറ്റ് വെയ്റ്റാണ്, ഫെദർ ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചിക്കു ഷെയ്ഡാണ്, ലൈറ്റ് ചിക്കു. ഇത് കോമൺ ആയിട്ട് എല്ലാവരും കാണുന്നൊരു കോമ്പിനേഷനാണ്. ചിക്കുവിൽ നമ്മൾ അധികം കാണുന്ന ബോട്ടിൽ ഗ്രീൻ, ചില്ലി റെഡ്, ഓറഞ്ച്, അങ്ങനെ പല കോമ്പിനേഷനും കണ്ടിട്ടുണ്ടാവും. ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമല്ല, ലൈറ്റ് ഷെയ്ഡിൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ നല്ലൊരു, കാരണം ഇത്രയും ഡാർക്ക് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു റിലാക്സേഷൻ എന്ന് പറയുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതാ ലൈറ്റ് ചിക്കുവിൽ നല്ലൊരു കിങ് ഫിഷർ ബ്ലൂ ആണ്. അത് വേണമെങ്കിൽ കുറേ ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യത്തെ വെഡ്ഡിങ്ങിന് അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഫംഗ്ഷനിൽ എനിക്ക് ലൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് കോംബോയിൽ കിങ് ഫിഷർ ബ്ലൂ വിത്ത് ബോർഡർ കൺസെപ്റ്റാണ്. കിങ് ഫിഷർ ബ്ലൂവിൽ ബോർഡറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് പല്ലു പോർഷൻ. ശരിക്കും നല്ലൊരു ലൈറ്റ് ചിക്കു, അടിപൊളി കോമ്പിനേഷനാണ്. ഏത് ഏജിലുള്ളവർക്ക് യൂസ് ചെയ്യും. ഇപ്പോഴത്തെ ടൈമിൽ പണ്ടെല്ലാം എന്ന് വെച്ചാൽ ലൈറ്റ് ഷെയ്ഡ് ഫുൾ ഏജ് ആയവരും പിന്നെ യങ്സ്റ്റേഴ്സൊക്കെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ്. പക്ഷേ ആ കൺസെപ്റ്റ് കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. ഇപ്പം ഈവൻ വെഡ്ഡിങ് സാരി വരെ പേസ്റ്റൽ കളർ ഇടുന്ന ബ്രൈഡ്സ് ഉണ്ട്. ബ്രൈഡ് പേസ്റ്റൽ കളറായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു 70+ 60+ ഒക്കെ ഉള്ളവർ അടിപൊളി സാരീസ് ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നവർ നമ്മൾ കാണുന്നതല്ലേ. കാരണം എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇത് അമ്മയ്ക്കാണ്, അമ്മക്ക് അല്ലെങ്കിൽ ആൻറ്റിക്കാണ്, വല്യമ്മയ്ക്കാണ് ലൈറ്റ് ഷെയ്ഡ് മതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും അയ്യോ ലൈറ്റ് എടുത്തേക്കല്ലേ, ലൈറ്റ് എടുത്താൽ അവരെടുക്കൂലെന്ന്. ഇല്ലില്ല, ഏജ് ആയതല്ലേ, നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളൊരു ചെറുപ്പക്കാരിക്ക് വേണമെങ്കിൽ ഇത് എടുത്തു കൊടുത്തോ, പക്ഷേ പ്രായമുള്ളവരെന്തായാലും ഇത് യൂസ് ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ അവർ വിചാരിക്കും നമ്മളത് സെയിൽ ചെയ്യാൻ പറയണേന്ന്. പക്ഷേ ഞാൻ ഓക്കെ ഇത് നിങ്ങൾ കൊണ്ടുപോകും, മിക്കവാറും അവരത് റിട്ടേൺ ആക്കിയിട്ട് വേറെ എടുക്കുമെന്ന്.
3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അയ്യോ നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റായിട്ടാ, ഡാർക്ക് ഷെയ്ഡ് എടുത്താൽ മതിയായിരുന്നു. ഞാനിത് കൊടുത്തപ്പോഴേ എൻ്റെ വല്യമ്മ 70+ ആണ്, ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടും, പ്രായമുള്ളല്ലേന്ന് വെച്ച് കൊടുത്തപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ? നീ എന്താ എന്നെ വയസ്സായിട്ടാണോ കണ്ടേക്കണത്? ഞാൻ അത്ര വയസ്സൊക്കെ ഒന്നുമല്ലാന്ന്. ഞാനൊരു കാരണം എൻ്റെ ഗ്രാൻഡ് മദറിനെ എനിക്കറിയാം. കാരണം എൻ്റെ ഗ്രാൻഡ് മദർ ഈവൻ 85 80-82 ഏജിൽ വരെ അമ്മ അടിപൊളി, അമ്മമ്മനെ അമ്മ എന്നാണ് വിളിക്കണേ, അടിപൊളി കളർ കോമ്പിനേഷനാണ് ഇടാറ്. കേരള സാരി കണ്ണിന് കണ്ടുകൂടാ, ക്രീം കളർ കൊടുത്താൽ പറയും വയസ്സായ പോലെ ഉണ്ടാവുന്നു. നമ്മൾ തമാശയ്ക്ക് അമ്മയ്ക്ക് പിന്നെ 18 വയസ്സാണോ എന്ന് ചോദിക്കും. കാരണം ആ ഒരു അനുഭവത്തിലാണ്, പിന്നെ നമ്മളടുത്ത് വരുന്ന കസ്റ്റമേഴ്സൊക്കെ കാണുന്ന ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഡാർക്ക് ഷെയ്ഡ്സാണ് അധികം ഇഷ്ടം. പിന്നെ ഓരോളുടെ ഇഷ്ടം, ചിലർക്ക് ഡാർക്ക് ഇഷ്ടം. പക്ഷേ ഏജ് വൈസ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാനേ പാടില്ല ഇത്ര ഏജ് കഴിഞ്ഞാൽ ഈ കളറാണ്. കാരണം ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് കളറ് ഏജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര എന്താ പറയുക, കളർ സെൻസ് ഉള്ളവരാണ് ഇപ്പോഴത്തെ എല്ലാവരും. ഇത് വന്നിരിക്കുന്ന നേവി ബ്ലൂ വിത്ത് നല്ലൊരു ബോർഡർ കൺസെപ്റ്റിൽ. ഇനിയിപ്പോൾ ഇത്രയും കണ്ടു, ബോർഡർ കൺസെപ്റ്റിൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇതാ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂവിൽ ട്രഡീഷണൽ ഒരു ടിപ്പിക്കൽ ഒരു പട്ടുസാരി, ഡാർക്ക് നേവി ബ്ലൂവിൽ മസ്റ്റർഡ് യെല്ലോ കോമ്പിനേഷൻ ബോർഡർ. ഇത് പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇതാണ്. എല്ലാം ബിലോ 10,000 കേട്ടോ, ബിലോ 10 ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. മസ്റ്റർഡ് യെല്ലോയിൽ വിത്ത് ബോർഡർ കൺസെപ്റ്റിൽ വരുന്ന ബ്ലൗസാണ്. സിമ്പിൾ ആൻഡ് എലഗൻ്റായിട്ട് വരുന്ന സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസാണ് നിങ്ങളെല്ലാവരും കണ്ടത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇനി എന്തെങ്കിലും എന്താണ് നിങ്ങളെ റിക്വയർമെൻറ്റ്, ഏത് ടൈപ്പ് സാരീസാണ് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. അതനുസരിച്ചിട്ടുള്ള വെറൈറ്റീസ് നമ്മൾ വീഡിയോസായിട്ട് എഴുതി. കാണുന്നത് മുഴുവൻ സാരീസാണ്. ഇതിങ്ങനെ ഞാൻ എല്ലാറ്റിൽ നിന്നും എടുത്തെടുത്താണ് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്. കാരണം നിങ്ങൾ ആ ഒരു ഇന്ന ടൈപ്പൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ കുറച്ച് ഏകദേശം ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കും, റിപ്പീറ്റ് അല്ലാത്ത പുതിയ പുതിയ കളക്ഷൻ എന്നൊക്കെ വരുന്ന വെറൈറ്റി ആയിട്ട് വരുന്ന ഐറ്റംസ് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. കണ്ണൂർ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് കണ്ണൂർ തളാപ്പ് ഷോറൂം നമ്മൾ വന്നിരിക്കുന്നത് മൺഡേ ടു സൺഡേ ഓപ്പൺ ആയിരിക്കും. സിൽക്ക് സാരീസിൻ്റെ ഒരു അടിപൊളി ഹാൻഡ് പിക്ക്ഡ് സിൽക്ക് സാരീസ്, ഏത് സാധനം എടുക്കുകയാണെങ്കിലും ഹാൻഡ് പിക്ക്ഡ്. ഞാനിപ്പോൾ കാണിച്ചത് എല്ലാം സിംഗിൾ പീസാണ്. ഇതിൻ്റെ ഒന്നിൻ്റെയും കളർ ചേഞ്ചസ് അവൈലബിൾ അല്ല, എല്ലാം സിംഗിൾ പീസാണ്. കാരണം മാക്സിമം പോയ 2, പക്ഷേ ഇപ്പോൾ അതൊന്നും നമ്മളെ കയ്യിലുള്ള, കാരണം മാക്സിമം 2 ഉള്ളതിൻ്റെ ഒന്നൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് സാരീസ് പിക്ക് ചെയ്യാം. കാര്യം ഹാൻഡ് പിക്ഡ് ആണ്. കാരണം നിങ്ങളിട്ടത് വേറെ ആരുടെ കയ്യിലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ കളക്ഷൻസ് നമുക്ക് പുതിയ പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും വീഡിയോയിൽ നമുക്ക് കാണാം. പുതിയ വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.